ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ ചെറിയൊരു ഡെയിലി വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. എൻ്റെ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള കുറച്ച് പരിപാടികളും കുറച്ച് കേക്ക് മേക്കിങ്ങും അതുപോലെ കുറച്ച് ഗാർഡനിങ് പരിപാടികളൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ ഒരു ചായ കുടിച്ച് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ രാവിലെ അടുക്കള കയറിയത് ഞാനും മമ്മിയും കൂടെയാണ് കേട്ടോ. മമ്മി ഒരു സൈഡിൽ പാത്രം കഴുകുന്നു, ഞാൻ ചായ ഇടുന്നു. എനിക്ക് നാളെ ആദ്യ കുർബാന ഉള്ളതുകൊണ്ട് 1-2 കേക്കുകളൊക്കെ എക്സ്ട്രാ ഉണ്ടാക്കാനായിട്ടുണ്ട്. 2-3 ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പം രാവിലെ തന്നെ തുടങ്ങിയേക്കാണെങ്കിൽ വൈകിട്ട് കിടന്ന് ഓടണ്ടല്ലോ എന്ന് വിചാരിച്ചു. എന്നെ പോലെ പാലടുപ്പത്ത് വെച്ചിട്ട് ഇതുപോലെ തിളച്ച് ചടിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഞാൻ എന്ന് അടുപ്പിൽ വെച്ചാലും തിളച്ച് ചടിക്കാതെ പോകുന്നില്ല കേട്ടോ. ഇന്ന് രാവിലെ നല്ല വെയിലോട് കൂടിയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. 8 മണി ആയിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ കോഫിയൊക്കെ എടുത്ത് നമ്മുടെ മുറ്റത്ത് ഒരു മൾബറി നിൽപ്പുണ്ട്. എന്നും ഞാൻ അതിനെ പോയി നോക്കാറുണ്ട് കേട്ടോ, പഴുത്തോ എന്ന്. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ പാവൽ തോട്ടത്തിലേക്ക് വന്നു. അവിടെ കുറച്ച് പാവയ്ക്ക ആയിട്ടുണ്ട്. ഈ കീടങ്ങളുടെ ശല്യം കാരണം ഞാൻ അതിനെ നമ്മുടെ പത്രപേപ്പർ വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്തേരം കിട്ടുമെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്ന് നമ്മുടെ കേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് കേട്ടോ. ഉറുമ്പിൻ്റെ ശല്യമുള്ളതുകൊണ്ട് അവൻ കുഴപ്പമുണ്ടോ എന്നൊന്ന് നോക്കിയതാണ്. പക്ഷേ കുട്ടി ഗാർഡനാണ് കേട്ടോ. പുല്ലാണ് നിങ്ങൾക്ക് കൂടുതൽ കാണുന്നത്. അത് 2 ദിവസത്തിനുള്ളിൽ നമുക്ക് റെഡിയാക്കാം. ഇതെൻ്റെ ബൊഗൈൻവില്ലയാണ് കേട്ടോ. 2-3 ടൈപ്പ് ബൊഗൈൻവില്ലയുണ്ട്. രാവിലെ ഇച്ചിരി വെള്ളം കൊടുക്കണം. വെള്ളം കൊടുത്തില്ലെങ്കിൽ വാടി നിൽക്കും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് നമ്മുടെ മീൻ കുട്ടന്മാർ. എനിക്ക് ഗപ്പീസിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ഗപ്പി ടാങ്കാണിത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഇട്ടതേ ഉള്ളൂ. നിങ്ങളെ കാണിക്കാൻ കൊള്ളില്ലായിരുന്നു. അതാണ് നേരത്തെ വീഡിയോയിൽ കാണിക്കാഞ്ഞത്. ഇപ്പോഴാണ് അതൊന്ന് കാണിക്കാൻ കൊള്ളാവുന്ന അവസ്ഥയിലായത്. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പം ഇതാണ് എൻ്റെ ഗപ്പീസ്. പിന്നെ ഞാൻ ഇടയ്ക്ക് കാണിക്കാറുള്ള മൾബറീസിൻ്റെ തൈകളാണ് കേട്ടോ. ഞാൻ കുറച്ച് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു. അപ്പം ആദ്യത്തെ സെക്ഷന് നമ്മൾ സെയിൽ ചെയ്തു. രണ്ടാമത്തെ സെക്ഷന് റെഡിയാക്കി വെച്ചേക്കുകയാണ്. ഇത് നമ്മുടെ പാവയ്ക്കയിൽ വരുന്ന ചെറിയ പ്രാണികളെയൊക്കെ തുരത്താനായിട്ടുള്ള ചെറിയൊരു കൈമരുന്നാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ വന്ന് ബ്രഷൊക്കെ ചെയ്ത് കാപ്പി കുടിച്ചു മീൻസ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒന്ന് സെറ്റായിട്ട് വേണം നേരെ കേക്ക് ചെയ്യാനായിട്ട് പോകാനായിട്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ദോശയും ചമ്മന്തിയാണ് കേട്ടോ. കൂടത്തിൽ ഒരു മുട്ടയും കൂടെ ഉണ്ട്. എനിക്ക് ഈ ദോശയും ചമ്മന്തിയും കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു മുട്ടയും ഒരു ഏത്തക്കയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കഴിക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പണ്ട് മഠത്തിലായിരുന്ന സമയത്ത് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെയായിരുന്നു കേട്ടോ. ഈ ഒരു കോമ്പിനേഷനായിരുന്നു, അടിപൊളിയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാക്കി പരിപാടിയാണ് ചെയ്യേണ്ടത്. ക്രം കോട്ട് ചെയ്യണം, അതുപോലെ തന്നെ ഡെക്കറേഷൻ ചെയ്യണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന കേക്ക് എന്ന് പറഞ്ഞാൽ നട്ടി ബബിൾ കേക്കാണ് കേട്ടോ. എൻ്റെ ഈ കേക്ക് ഒരുപാട് ഓടുന്നുണ്ട് മീൻസ് ഒരുപാട് ആൾക്കാർ മേടിക്കുന്നുണ്ട്. മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടൊക്കെ കേക്കിൻ്റെ റെസിപ്പി നല്ല റെസിപ്പിയാണ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും നട്ടി ബബിൾ കേക്കിൻ്റെ റെസിപ്പി വേണമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ നട്ടി ബബിൾ കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് പറയുക. അപ്പം എൻ്റെ ഇന്നത്തെ ചെറിയ വ്ലോഗ് ഇവിടെ തീരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.